നമസ്കാരം, എല്ലാവർക്കും സീമാസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ. ഞങ്ങളിവിടെ എല്ലാവരും സേഫായിട്ടിരിക്കുകയാണ്. പിന്നെ എല്ലായിടത്തും കൊറോണയൊക്കെ ആയതുകൊണ്ട് ആരും അധികം പുറത്തിറങ്ങണില്ല. പിന്നെ എല്ലാവരും ആകെ ടെൻഷനും ബുദ്ധിമുട്ടൊക്കെ ആയിട്ടിരിക്കുന്നത്. ഫോണിലാണെങ്കിൽ ഓരോരോ വാർത്തകൾ വരുന്നത് ഇങ്ങനെ പേടിപ്പെടുത്തുന്ന വാർത്തകളാണ് ഫോണിൽ ദിവസം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ അത് കേട്ട് ടെൻഷനാവാതിരിക്കുക, എൻജോയ് ചെയ്യാൻ പരമാവധി. ടെൻഷൻ അടിക്കാൻ നിന്നാൽ അതിനാ നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ കുക്കിങ്ങൊക്കെ ചെയ്യുക, പിന്നെ ടി വി കാണുക, കുറച്ച് നേരം പാട്ട് കേൾക്കുക, സന്തോഷമായിട്ടിരിക്കുക, പിന്നെ നല്ല ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുക, ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കുക. പിന്നെ നമ്മുടെ ബന്ധക്കാരെയൊക്കെ ഫോണിൽ വിളിക്കുക, സംസാരിക്കുക. പിന്നെ ഒരുപാട് ആൾക്കാർ അകലെ കിടക്കുന്നവരുണ്ട്, അവരവരെ ബന്ധക്കാരെ ഒന്നും കാണാൻ പറ്റാതെ ഉള്ളവർ. അപ്പോൾ അവർക്കൊക്കെ സമാധാനം കിട്ടാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. നമുക്ക് പാട്ട് കേൾക്കുക, ടി വി കാണുക, സംസാരിക്കാമല്ലോ നമുക്ക് ഫോണിൽ അവരെയൊക്കെ വിളിച്ച്. അപ്പം എത്രയും പെട്ടെന്ന് ഈ അസുഖമൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക. പിന്നെ എന്താ പറയുകയെന്ന് വെച്ചാൽ നമ്മൾ മാസ്ക്, നല്ല ക്വാളിറ്റി ഉള്ള മാസ്ക് ഉപയോഗിക്കുക. പിന്നെ അത്യാവശ്യമില്ലാണ്ട് പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക. പിന്നെ എന്താ പറയുക വെച്ചാൽ വെള്ളമൊക്കെ തിളപ്പിച്ച് കുടിക്കുക, ധാരാളം വെള്ളം കുടിക്കുക. ഭക്ഷണമൊക്കെ നേരത്തിന് കഴിക്കുക. ചിലരുണ്ട് ജോലിക്ക് പോകുന്നവർ, അവർ ഭക്ഷണത്തെ പറ്റി ചിന്തിക്കാണ്ട് ജോലി എന്ന് മാത്രം ചിന്തിച്ച് കിടക്കുന്ന ആളുകളുണ്ട്. ജോലി വേണം നമുക്ക്, പക്ഷേ നമുക്ക് ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറയല്ലോ. അപ്പോൾ നമുക്ക് ആരോഗ്യം ഉണ്ടായിട്ട് വേണം നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും വേണമെങ്കിൽ. അപ്പോൾ നമ്മൾ നമ്മുടെ ശരീരം നോക്കുക, നേരത്തിന് ഭക്ഷണം കഴിക്കാട്ടോ. അപ്പം എന്നെ ഇത് കാണുന്ന ആളുകൾ, ഒരുപാട് ആൾക്കാർ, അവരൊക്കെ എനിക്ക് പ്രിയപ്പെട്ടവർ തന്നെയാണ് കേട്ടോ. കാണാത്തവരുണ്ട്, അവരും എനിക്ക് പ്രിയപ്പെട്ടവർ തന്നെയാണ്. അപ്പോൾ നിങ്ങളൊന്നും നശിച്ചു പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ദയവായി മാസ്കൊക്കെ ധരിക്കുക, കൈയും കാലൊക്കെ നന്നായി സോപ്പിട്ട് കഴുകുക. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുമ്പോൾ നമ്മളെ വെറുതെ വെള്ളം തിളപ്പിക്കുന്നതിനേക്കാളും നല്ലത് അതിൽ കുറച്ച് ഇഞ്ചി, അതുപോലെ മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ചുക്ക്. ഇഞ്ചി ഉണ്ടെങ്കിൽ പിന്നെ ചുക്ക് ഇടണ്ട, ഏതെങ്കിലും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇഞ്ചി ഇടുകയാണെങ്കിൽ ഇഞ്ചി ഇടുക, അല്ലെങ്കിൽ പിന്നെ ചുക്ക് ഇടുക. ഇത് ഏതെങ്കിലുമൊക്കെ ഒന്ന് ചതച്ചിട്ട് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ച ആറിയ വെള്ളം കുടിക്കുക കേട്ടോ. ഒരു 6 ഉണ്ടാവും, ഇളം ചൂടായിട്ട് നമ്മൾ കുടിക്കുക. അപ്പോൾ നമുക്കത് പ്രതിരോധശേഷി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിപ്പോൾ എനിക്ക് അറിവായിട്ടുള്ള ഡോക്ടർമാരൊക്കെ പറയുന്നതാണത്. അപ്പോൾ നമ്മളത് പരമാവധി അങ്ങനെ ചെയ്യാൻ നോക്കുക. കുട്ടികൾക്കും വലിയവർക്കൊക്കെ അത് ഇടവിട്ട് കുടിക്കുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഭക്ഷണത്തെ കുറ്റം പറയാതിരിക്കുക. എരിവ് പുളിയൊക്കെ ഇത്തിരി കൂടിയാലും കുറഞ്ഞാലും നമ്മൾ അതിന് കുറ്റം പറയാതെ കിട്ടുന്ന ഭക്ഷണമൊക്കെ നമ്മൾ സന്തോഷത്തോടു കൂടി ഇന്ന് കിട്ടിയ ഭക്ഷണത്തിന് ദൈവത്തോട് നന്ദി പറഞ്ഞിട്ട് നമ്മളത് കഴിക്കുക. നാളത്തെ അവസ്ഥ നമുക്ക് അറിയില്ല, കാരണം ലോകം അങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കിട്ടിയ ഭക്ഷണത്തോട് സർവേശ്വരനോട് നന്ദി പറഞ്ഞോട് അത് കഴിക്കുക. പിന്നെ ഉപ്പും പുളിയും കുറഞ്ഞതിനെ പറ്റി ഭക്ഷണത്തിൻ്റെ മുന്നിൽ നിന്ന് ഓടി പോകാണ്ട്, ഭാര്യനെ കുറ്റം പറയാണ്ട്, അല്ലെങ്കിൽ അമ്മേനെ അച്ഛനെ കുറ്റം പറയാണ്ട് ഭക്ഷണം കഴിക്കുക. പിന്നെ തന്നെയല്ല, 4 ദിവസം പട്ടിണി കിടന്നവർക്ക് അറിയാം ഭക്ഷണത്തിൻ്റെ വില. 4 ദിവസം ഒരാൾ പട്ടിണി കിടന്നാൽ പിന്നെ അയാൾക്ക് എരിവും പുളിയൊന്നും നോക്കില്ല. ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ അത് ആർത്തിയോടെ വാരി കഴിക്കും. അപ്പോൾ ഭക്ഷണം എന്ത് തന്നെ ആയാലും അതിനെ നിശ്ചയിക്കാതെ നമ്മൾ കഴിക്കുക. അപ്പോൾ ഇന്ന് നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കിച്ചണിലേക്ക് പോകാം. അതിന് മുന്നായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് എന്താണെന്ന് പറയട്ടെ. എന്താണെന്ന് വെച്ചാൽ എന്നാൽ ഞാൻ തന്നെ മറന്നു കേട്ടോ. ആലു 65 ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. ആലു 60 എന്ന് പറയുമ്പോൾ ഉരുളക്കിഴങ്ങ് 65 എന്ന് ആരും പറയില്ലല്ലോ. അപ്പോൾ പറയുമ്പോൾ കുറച്ച് ഗ്രാൻഡായിട്ടൊക്കെ പറയണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് ആലു 65 എന്ന് പറയുന്നത്, പൊട്ടറ്റോ 65. അപ്പോൾ നമുക്ക് വീട്ടിൽ ചൈനീസ് ഐറ്റം നമുക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റെസ്റ്റോറൻറ്റുകളൊക്കെ കൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാ അമ്മമാരും സഹായിച്ച് മക്കൾക്കും ഭർത്താക്കന്മാർക്കും നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നോക്കുക. നമ്മുടെ വീട്ടിലുള്ള വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്കത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അത് വൈകിക്കാണ്ട് തന്നെ ഉണ്ടാക്കാം. പിന്നെ തന്നെയല്ല, ഞാൻ ഇതിൻ്റെ ഉള്ളിലിരുന്ന് മതിയേ എനിക്ക്. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളെയും കൂടി അത് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ മുകളിൽ ഞങ്ങൾ നേരെ പോകാൻ വേണ്ടി ഈവനിങ്ങിന് ടെറസിൻ്റെ മുകളിൽ കയറി നിന്ന ബാംഗ്ലൂർ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ നിങ്ങളെയും കൂടി ഞാനൊന്ന് ഷെയർ ചെയ്യാമെന്നിരിക്കാം കേട്ടോ. ഞാൻ കുറച്ച് മുകളിൽ നിന്ന് പോയാൽ നല്ല വ്യൂ ആണ് കേട്ടോ അവിടെ. അപ്പോൾ നമുക്ക് മുകളിൽ പോയിട്ട് ഈ ബാംഗ്ലൂരിൻ്റെ മൊത്തം എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക സ്ഥലങ്ങൾ നമുക്ക് ഇതിൻ്റെ മേലെ പോയി എന്നാൽ കാണാം. അപ്പോൾ ഞാനത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് മുകളിൽ വന്നിട്ടോ, ഭയങ്കര ഇവിടുത്തെ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ലൊരു വ്യൂ ആണ് ഇവിടെ നോക്കിയാൽ. അപ്പോൾ നമുക്കത് കാണാം. ഇവിടെ ഭയങ്കര കാറ്റാണ് കണ്ടോ. നിങ്ങൾക്ക് കാണണ്ടാവെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇതാണ് ബാംഗ്ലൂരിൻ്റെ ആ യഥാർത്ഥ ഭംഗി കേട്ടോ. കണ്ടോ, ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ കാണുന്നുണ്ടോ. നല്ലൊരു കാഴ്ച ഇതിൻ്റെ മുകളിൽ കയറുന്ന. ഈവനിങ്ങിന് വന്ന് ഞങ്ങളിവിടെ നിൽക്കും. അപ്പോൾ നല്ല കാഴ്ചകളാണ് കാണാനായിട്ട്. ഇതിൻ്റെ മുകളിൽ എപ്പോഴും പരുന്ത് വട്ടട്ട് പറക്കും കേട്ടോ. ഇപ്പോൾ കാണാനില്ല. അവിടെ ഒരു മരം നിൽക്കണ കണ്ടോ. ആ മരത്തുമ്പോൾ നിറച്ച് പൂക്കളായിരുന്നു, ഇപ്പോൾ എല്ലാം പോയി.
അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. നിറയെ ബിൽഡിങ്ങുകൾ തന്നെയാണ് ഈ കാണുന്നത് കേട്ടോ. ഓരോ നമ്മുടെ നാട് പോലെയല്ല, ഇത്തിരി വ്യത്യാസമുണ്ട്. കുറച്ചും കൂടി ഭംഗിയുണ്ട് ഇവിടെ കാണാനായിട്ട്. നിറയെ ബിൽഡിങ്ങുകൾ തന്നെ കാണാം. വേണ്ട ഈകള് ഞങ്ങളെ നോക്കിയിട്ടാണ് വരുന്നത്. ഞങ്ങളെ തോണ്ടാന വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയാവുക. ഞാനും എൻ്റെ മോനുമാണ് ഇവിടെ നിൽക്കണത്. ഞങ്ങളെ ചിലപ്പോൾ എടുത്തോണ്ട് പോവും. ഇനി ഇതൊക്കെ കണ്ടില്ലേ, ഇപ്പം ബിൽഡിങ്ങുകളാണ് ചുറ്റും കേട്ടോ. ഇനി നമുക്ക് താഴേക്ക് പോവാം കേട്ടോ. അപ്പോൾ താഴേക്ക് നമുക്ക് ഇറങ്ങാം കേട്ടോ. സ്റ്റെപ്പ് ഇറങ്ങണേ. കുത്തനെയുള്ള സ്റ്റെപ്പാ, ഭയങ്കര ബുദ്ധിമുട്ടാണ് കയറി ഇറങ്ങാനൊക്കെ. ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ കിച്ചണിലേക്ക് എത്തി കേട്ടോ. കുറേ വേർത്തിട്ടാണ് അവിടെ എത്തിയത്. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ പൊട്ടറ്റോ 65 എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കണമെന്ന് നോക്കാം. ഇപ്പോൾ ഇതാ ഒരു 5 ചെറിയ പൊട്ടറ്റോ ഞാൻ കുക്കറിലിട്ട് ഇത്തിരി ഉപ്പിട്ട് പുഴുങ്ങിയെടുത്തതാണ് കേട്ടോ അത്. എന്നിട്ടിത് വെള്ളം വാർത്ത് കളഞ്ഞതിന് ശേഷം തണുത്ത് ഇരിക്കുന്നതാണ് കേട്ടോ. തണുക്കണം അതാണിത് കേട്ടോ. പിന്നെ വേണ്ടത് ക്യാപ്സിക്കം കേട്ടോ. ഒരു ക്യാപ്സിക്കം വലുതുണ്ടായിരുന്നു, അപ്പം ഞാനത് അരിഞ്ഞ് ചേർത്തു. പിന്നെ ഒരു സവാള, പിന്നെ ഒരു 3 പച്ചമുളക് കീറിയത് കേട്ടോ. ക്യാപ്സിക്കം നിങ്ങൾക്ക് ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ, നിർബന്ധമൊന്നുമില്ല. ഉള്ളവർ ചേർക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞതാണ് കേട്ടോ അത്. ചൈനീസ് ഡിഷൊക്കെ ആകുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒരു നല്ല ഫ്ലേവറാണ്. പിന്നെ ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ ചേർക്കാം. ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. അപ്പം എൻ്റെ അടുത്ത് ടൊമാറ്റോ കെച്ചപ്പും സോസും ഒന്നും ഇല്ല. അപ്പോൾ പകരം ഞാൻ ചെയ്തേക്കണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ തക്കാളി എടുത്തിട്ട് ടൊമാറ്റോ പ്യൂരി അതിനാക്കിയാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയാമല്ലോ, കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ നമ്മുടെ എന്തോ ഉണ്ടാക്കിയിരുന്നത് അന്ന് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഗോപി മഞ്ചൂരി ഉണ്ടാക്കിയപ്പോൾ അതിൽ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു ടൊമാറ്റോ പ്യൂരി. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, തക്കാളി എടുത്ത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പേസ്റ്റ് പോലെ ഫൈൻ പേസ്റ്റായിട്ട് അരയ്ക്കുക. എന്നിട്ട് അതൊന്ന് അരിച്ചെടുത്തതാണ് കേട്ടോ അത്. അതാണ് ടൊമാറ്റോ പ്യൂരി. ഇത് ചേർത്താലും മതിയാവും. പിന്നെ വേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പൊടികളാണ് കേട്ടോ. നമ്മുടെ മുളക് പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പെപ്പർ പൊടി, പിന്നെ ജീരാപ്പൊടി, പിന്നെ ഗരം മസാല. ഞാൻ വീട്ടിൽ പൊടിച്ചെടുത്ത ഗരം മസാലയാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു സ്മെല്ലാണ്. കടയിൽ നിന്ന് മേടിക്കുന്നതിന് ഇത്രയ്ക്ക് സ്മെല്ലോ ഇത്രയ്ക്ക് ഫ്ലേവറൊന്നും കിട്ടില്ല. അപ്പോൾ നമ്മൾ പരമാവധി ഈ ഗരം മസാലയൊക്കെ വീട്ടിൽ പൊടിച്ചെടുക്കുകയായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ റെഡ് ചില്ലി സോസ്, സോയാ സോസ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, മല്ലിയില കേട്ടോ. പിന്നെ വേണ്ടത് മൈദയാണ് കേട്ടോ. കോൺഫ്ലവറും കൂടി ചേർത്താൽ ഒരു നന്നായിരിക്കും. പക്ഷേ എൻ്റെ അടുത്ത് കോൺഫ്ലവർ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മൈദ മാത്രമേ ചേർക്കണുള്ളൂ. അത് നമുക്ക് ഉണ്ടാക്കുമ്പോൾ വിശദമായിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതാ ഉരുളക്കിഴങ്ങ് ഞാൻ അവിടെ പൊടിച്ച് ഇങ്ങനെ കൈ കൊണ്ട് പൊടിച്ച് ചെറുതായിട്ടൊന്ന് പൊടിച്ച് വെച്ചേക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ ഉരച്ചിട്ട് ചെയ്യില്ലേ, അതുമ്പോൾ വേണമെങ്കിൽ ചെയ്ത് നിങ്ങൾക്ക് എടുക്കാം. ഞാൻ അപ്പോൾ ഇത് പുഴുങ്ങിയതുകൊണ്ട് പൊടിച്ചെടുക്കുകയാണ്, ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ മൈദയൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉരുളക്കിഴങ്ങൊക്കെ പൊടിച്ചു. അപ്പോൾ അതാ ഇതിലേക്ക് ഞാൻ ഒരു 3.5 ടേബിൾ സ്പൂൺ മൈദ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങ് ഉപ്പിട്ടിട്ടാണ് ഞാൻ പുഴുങ്ങിയത്, എന്നാലും കുറച്ചും കൂടി ഉപ്പ് ഞാൻ ചേർക്കുകയാണ് കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്തുകൊണ്ട് നമുക്ക് കൈ വെച്ച് നല്ല പോലെ ഇത് കുഴച്ചെടുക്കാം കേട്ടോ. കുഴച്ചെടുക്കുകയാണ്. കുഴയ്ക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കരുത് കേട്ടോ. ആ പൊട്ടറ്റോയിൽ തന്നെ നല്ലൊരു മോയ്സ്ചറൈസർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ വെള്ളം ചേർക്കാതെ കുഴച്ചെടുക്കുക. ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒരിക്കലും ചേർക്കരുത് കേട്ടോ. വെളിച്ചെണ്ണ ചേർത്താൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതവിടെ നിന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ആ നേരം കൊണ്ട് നമ്മളവിടെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഉരുട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ അവിടെ ഉണ്ടാക്കി വെച്ച മാവുണ്ടല്ലോ, അതിങ്ങനെ ഓരോ ഷേപ്പിൽ ഞാൻ അങ്ങനെ ചെറിയ ബോളാക്കിയിട്ട് ഇങ്ങനെ ഉരുട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ അങ്ങനെ ഉരുട്ടി റെഡിയാക്കി വെച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ വെച്ച ആ കടായി ഉണ്ടല്ലോ, അതിലിട്ട് നന്നായിട്ട് വറുത്ത് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഫസ്റ്റ് ട്രിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഒരു ട്രിപ്പായപ്പോൾ ഞാൻ വറുത്ത് കോരി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ഉരുട്ടുമ്പോൾ ഏത് ഷേപ്പായാലും നമുക്ക് കുഴപ്പമില്ല കേട്ടോ. ചിക്കൻ്റെ ഒക്കെ പോലെ നമ്മൾ പീസായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് വിട്ടു പോരും നമ്മൾ ഉണ്ടാക്കുമ്പോൾ, എണ്ണയിൽ നമ്മൾ പൊന്തി പോരും. അപ്പോഴാണ് അതിൻ്റെ പാകം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതാ അടുത്ത ട്രിപ്പ് ഞാൻ ഇട്ട് കൊടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ അതാ 2 ട്രിപ്പ് ഞാൻ വറുത്ത് കോരി വെച്ചു കേട്ടോ. ഇനി നമുക്ക് അതിനുള്ള കറി റെഡിയാക്കി എടുക്കാം. നമ്മൾ വറുത്ത് കോരി വെച്ച അതേ കടായിലാണ് കേട്ടോ ഞാൻ കറിയും ഉണ്ടാക്കുന്നത്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ആയിരുന്നു കിടക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ടു. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് വാടി വന്നപ്പോൾ സവാള ഇട്ട് പച്ചമുളക് ഇട്ടിട്ടോ.
അപ്പോൾ സവാളയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഒന്ന് വളർന്നു വന്നപ്പോൾ ഞാൻ ക്യാപ്സിക്കം ഇട്ട് കൊടുത്തു കേട്ടോ. അതൊന്നായി വന്നപ്പോൾ ഞാൻ കുറച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1/2 ടീസ്പൂണ് പെപ്പർ പൗഡർ, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, സാധാ മുളക് പൊടിയാണ് കേട്ടോ, നമ്മുടെ എരിവുള്ള മുളക് പൊടി. അതുപോലെ 1 ടീസ്പൂണ് കാശ്മീരി ചില്ലിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു കളർ കിട്ടും. നിങ്ങൾക്ക് ഫുഡ് കളർ ചേർക്കാവുന്നത് ഇഷ്ടമാണെങ്കിൽ ചോപ്പയോ ഓറഞ്ചോ ഒക്കെ ചേർക്കാം. എനിക്കിവിടെ ഫുഡ് കളർ ഉണ്ട്, പക്ഷെ ഞാൻ കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് ചേർക്കാറില്ല. 1 പിഞ്ച് ജീരകപ്പൊടി, ഇത് ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇഷ്ടമല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ കുറച്ച് ഗരം മസാല കേട്ടോ. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ്, പിന്നെ ടൊമാറ്റോ പ്യൂരി ഞാൻ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ കുറച്ച് സോയാ സോസ്, കുറച്ചെന്ന് പറയുമ്പോൾ 1 ടീസ്പൂണ്. പിന്നെ കുറച്ച് സോയാ സോസ് ഒഴിക്കുന്ന പോലെ തന്നെ കുറച്ച് ചില്ലി സോസും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് തിളച്ച് നോക്കുക. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച നമ്മുടെ പൊട്ടറ്റോ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്തു നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിന് മല്ലിയില ചേർത്ത് കൊടുക്കാം കേട്ടോ. മല്ലിയിലൊക്കെ എത്ര കൂടിയാലും ടേസ്റ്റ് കൂടുകയുള്ളൂ കേട്ടോ. ഇനി നിങ്ങളുടെ ഒരു സ്പ്രിംഗ് ഓനിയൻ ആണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ തീ ഓഫ് ചെയ്യാണ് കേട്ടോ. ഇതാ നമ്മുടെ പൊട്ടറ്റോ 65 ഇവിടെ റെഡി ആവുന്നുണ്ട്. നമുക്കിതൊരു സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ആലു 65 ഇവിടെ റെഡി ആവുന്നുണ്ട് കേട്ടോ. കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്, നല്ല കളർഫുള്ളായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പോൾ ഈ കൊറോണക്കാരൊക്കെ ആയതുകൊണ്ട് റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ വളരെ എളുപ്പമായിട്ട് നമുക്ക് ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റായിട്ട് അറിയിക്കാം കേട്ടോ. പിന്നെ എല്ലാവരും സേഫ്റ്റി ആയിട്ട് ഇരിക്കും. അപ്പോൾ നല്ലൊരു വീഡിയോയിൽ കാണുന്നതിലേക്ക് നന്ദി.